dear students, welcome back to microprocessor class. Now assembly language programming second part. That is numbers add here. First two numbers add here, then n numbers add here in the program. Okay, now start. First one, addition of two 8-bit numbers 26H and 64H. So we have numbers add here. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് 26H സെക്കൻഡ് വൺ 64H. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് എന്താണ്, ഈ 26H എന്ന് പറയുന്ന വാല്യൂ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യണം. ദെൻ 64H എന്നുള്ളത് മറ്റേതെങ്കിലും ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് വാല്യൂസിനെ നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, store 26H to accumulator. Then third step il enna cheyendadu, store 64H to endana ഇവിടെ നമ്മൾ അക്യുമുലേറ്ററിലാണെങ്കിൽ ഇത് ഒരു ബി എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്കാണ് സ്റ്റോർ ചെയ്തത് വയ്ക്കുക. ദെൻ ഫോർത്ത് വൺ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബി അല്ലേ? ആഡ് ബി എന്ന് പറയുമ്പോൾ ബിയിലുള്ള വാല്യൂ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, നമുക്ക് സ്റ്റോർ ദ കണ്ടൻറ്റ് ഓഫ് എ ടു അക്യുമുലേറ്റർ ടു എ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ സിക്സ്ത് വൺ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ആഡ് ബി എന്നുള്ളതിന് പകരം നമുക്കിതിന് അൽഗോരിതത്തിൻ്റെ ഇതിൽ എഴുതുമ്പം ആഡ് എന്താണ്, എ പ്ലസ് ബി ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ടു എ, ദെൻ എ ഈക്വൽ ടു എ പ്ലസ് ബി, ഇങ്ങനെയായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ കോഡ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, സ്റ്റോർ 26H ടു അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എന്ത് ഇൻസ്ട്രക്ഷനാണ് ഉപയോഗിച്ചത്, MVI മൂവ് ഇമ്മീഡിയറ്റ്. അതായത് 26 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ നെക്സ്റ്റ് MVI ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ 64 എന്നുള്ള വാല്യൂവിനെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു, ബി എന്നുള്ള രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എ ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ? എ ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിച്ചു, ആഡ് ബി എന്ന് യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഈ റിസൾട്ട് ഇപ്പോൾ അക്യുമുലേറ്ററിൽ ഉണ്ടാവുക ആ വാല്യൂവിനെ നമുക്ക് ഒരു 2200 എന്നുള്ള ഈ ഒരു അഡ്രസ്സിനകത്തേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ഉപയോഗിച്ചു, സ്റ്റോർ അക്യുമുലേറ്റർ STA എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, സ്റ്റോർ ദ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ടു ദ സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷൻ. ദെൻ നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് സിമുലേറ്റർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നത്. ഈ പ്രോഗ്രാമിനെ ഞാൻ സിമുലേറ്ററിനകത്തേക്ക് റൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെ MVI A, 26H and B, 64H and B, STA 2200H. then stop it. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പൈൽ ചെയ്ത് എറേഴ്സ് ഒന്നുമില്ല. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ 26 എന്നുള്ള വാല്യൂ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ നെക്സ്റ്റ് 64 എന്നുള്ള വാല്യൂ എവിടേക്കാണ്, BC അല്ലേ? BC പേരിനകത്ത് ബിയിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. ബി എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് ബി എന്ന് പറഞ്ഞാൽ 64ഉം 26H കൂടെ ആഡ് ചെയ്തിട്ട് 8A എന്നുള്ള വാല്യൂ അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, സൈൻ ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ദെൻ STA 22,000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്തു, ഹോൾഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 22,000 ഈ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. 22,000. അപ്പോൾ നമുക്ക് 8A എന്നുള്ള റിസൾട്ട് എന്തിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 22,000-നകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം നോക്കാം. Add the content of memory location 2000H to 2001H and place the result to 2002. അപ്പോൾ ഇവിടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂസാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ എന്താണ് അൽഗോരിതം എന്താണെന്ന് നോക്കൂ. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും ആദ്യം നമുക്കിതിനെ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം,
read the value of memory location 2000 H to accumulator. 2000 H value store store. Then store the value. Store the value of memory location 2001 H2 B like store. Then fourth step add A equal to A plus B. A accumulator value B add A store. Then fifth step store content of accumulator to 2002H. Direct address അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം 2000H എന്നുള്ള ഒരു അഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യും 2001 വീണ്ടും ഒന്നോട്ട് ഇൻക്രിമെന്റ് ചെയ്ത് 2002 വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോഡ് നോക്കൂ. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്തു, LXI ലോഡ് ഇമ്മീഡിയറ്റ് 2000H വാല്യൂ ഇങ്ങോട്ടേക്ക് മെമ്മറിനകത്തേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ മെമ്മറിയിലുള്ള വാല്യൂവിനെ എന്തിലേക്ക് സ്റ്റോർ ചെയ്തു, എ എന്ന് പറയുന്ന അക്യുമുലേറ്ററിനകത്തേക്ക് മൂവ് ചെയ്യിച്ചു. ദെൻ എന്ത് ചെയ്തു, മെമ്മറിയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആഡ് മെമ്മറിയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ HL പെയറിലുള്ള വാല്യൂ എന്തിനോട് ആഡ് ചെയ്തു, അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനോട് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ HL പെയറിലുള്ള ഇപ്പോൾ ഉള്ള അഡ്രസ്സിന് എന്ത് ചെയ്തു, ഇൻക്രിമെൻ്റ് ചെയ്തു. ആ അഡ്രസ്സിലേക്ക് അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്തു. നമുക്കിവിടെ മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് വരെ STA കൊടുക്കാം, ഡയറക്റ്റായിട്ട് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ. അപ്പോൾ നമുക്കത് ഡിഫറെൻറ്റ് രീതിയിൽ ഈ ഒരു പ്രോഗ്രാമിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്ത് നോക്കാവുന്ന എങ്ങനെയുണ്ട്. നമ്മൾ ആ പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. LXI H 2000H move A, M increment H add M then increment H move M. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 2000H അതായത് ഫസ്റ്റ് തന്നെ മെമ്മറി ലൊക്കേഷനിലേക്ക് 2000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിന് അസൈൻ ചെയ്തു, അതായത് HL പെയറിനകത്തേക്ക്. ദെൻ ആ HL പെയറിലുള്ള കണ്ടന്റിനെ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, HL പെയറിലെ കണ്ടന്റിനെ ഇൻക്രിമെന്റ് ചെയ്തു. എന്നിട്ട് ആ വാല്യൂ അക്യുമുലേറ്ററിലെ വാല്യൂവിനോട് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന 2000-ലും 2001-ലുമാണ്. അപ്പോൾ ഫസ്റ്റ് 2000 എന്നുള്ള വാല്യൂ HL പെയറിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ അത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ 2000-നകത്തുള്ള കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് വരും. പിന്നെ HL പെയറിനകത്തുള്ള കണ്ടന്റിനെ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ 2001 ആയി. അപ്പോൾ 2001 എന്നുള്ളത് HL പെയറിലുള്ള അഡ്രസ്സാണ്. ദെൻ നമ്മൾ ആഡ് M എന്ന് പറയുമ്പോൾ അക്യുമുലേറ്ററിലെ വാല്യൂ HL പെയറിനകത്തുള്ള അഡ്രസ്സ് ചെയ്തോ ആ അഡ്രസ്സിലുള്ള വാല്യൂ തമ്മിൽ ആഡ് ചെയ്ത് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ വീണ്ടും HL പെയറിലുള്ള അഡ്രസ്സ് ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞു. ആ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 2002 ആയിരിക്കും. 2002-ലേക്ക് എന്തിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ അക്യുമുലേറ്ററിലുള്ള A-നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2000 എന്ന് പറയുന്ന അഡ്രസ്സ് കൊടുത്ത് നോക്കാം. 2000-ൽ ഇവിടെ വാല്യൂസ് ഒന്നുമില്ല. ഞാനിവിടെ AB എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ സ്റ്റോർ ചെയ്യണം, AB. ദെൻ 2001-നകത്ത് 01 സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് AC എന്നാണ് റിസൾട്ട് കിട്ടേണ്ടത്. അത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. കമ്പൈൽ ചെയ്തു, എറേഴ്സ് ഇല്ല. ദെൻ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നുണ്ട്, AC എന്നുള്ള വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പാരിറ്റി ബിറ്റ്, അതായത് പാരിറ്റി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി ആയില്ലേ? ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതേ പ്രോഗ്രാമിനെ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. LXI എന്നുള്ളതിന് പകരമായിട്ട് ഞാനിവിടെ ഇപ്പം നോക്കാം, LXIക്ക് പകരം ലോഡ് കൊടുക്കുകയാണ്. LDA 2000H നേരെ LDA അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. ദെൻ ഇനി എന്ത് ചെയ്യാം, നമുക്ക്
ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി. LXI H, 2001 H. 2001 എന്തിനകത്ത് HL പയറിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ ആഡ് M എന്ന് പറയുമ്പം അക്യുമുലേറ്ററിലുള്ള കണ്ടന്റും മെമ്മറിയിലുള്ള കണ്ടന്റും കൂടി ആഡ് ചെയ്തു. പിന്നെ അവിടെ ഇൻക്രിമെന്റ് ചെയ്തു. Hന്റെ വാല്യൂ ഇൻക്രിമെന്റ് 2001. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എററൊന്നുമില്ല. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ റെഡിയാണ് അല്ലേ? അപ്പോൾ അത് റെഡി ആണോ എന്ന് അറിയണമെങ്കിൽ ഒന്നുകൂടി ഇവിടെയുള്ള വാല്യൂസ് മാറ്റി കൊടുക്കുക. 05 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, കമ്പയർ ചെയ്തു. B0 എന്ന് റെഡി അല്ലേ? അപ്പോൾ ഇവിടെ സൈൻ ഫ്ലാഗും എന്താണ് ഓക്സിലറി ക്യാരിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഓക്സിലറി ക്യാരി സെറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും വരുന്നത് എന്തൊക്കെ വാല്യൂസാണ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് AB ആണ്. AB എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ വരുന്നത്? ABനകത്തുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നോക്കാം. ആഡ് ചെയ്തിരുന്നത് AB ആണ്. AB പ്ലസ് 0H ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ? AB പ്ലസ് 0H എന്ന് പറയുമ്പോൾ 1010 A എന്ന് പറഞ്ഞാൽ, B എന്ന് പറഞ്ഞാൽ 1011 പ്ലസ് 05 ആണ് ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ 000 എന്ന് പറഞ്ഞാൽ 0101 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? 1 + 1 0, then carry 1 plus 1 0, carry 1 plus 1 0, carry 1 plus 1 0 അല്ലേ? carry 1. അപ്പോൾ BCD എഡിഷനിൽ ഫസ്റ്റ് ഫോർബിറ്റിനകത്ത് ഒരു ക്യാരി നെക്സ്റ്റ് ബിറ്റിനകത്തേക്ക് വരികയാണെങ്കിൽ ഓക്സിലറി ക്യാരി സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ക്യാരി വന്നതുകൊണ്ടാണ് ഓക്സിലറി ക്യാരി സെറ്റ് ചെയ്തത്. ദെൻ 1 പ്ലസ് 0 1, 0 പ്ലസ് 0 0, 1 എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതെന്താണ്? B ആണ്. B0 എന്നുള്ള വാല്യൂയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ നമ്മൾ 2000 H ആൻഡ് 2001 Hനകത്തുള്ള വാല്യൂസ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് വരാം? ക്യാരി ഉണ്ടാവും. ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. നമ്മൾ ഇവിടെ 2000 എടുത്തു. ഇതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുക്കാൻ വിചാരിക്കുന്നത് FF ആണ്. ദെൻ ഇവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് AB ആണ് നിൽക്കുക. ഓക്കെ, 2001 വാല്യൂ ANB ആണ്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? 22 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈൻ ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പാരിറ്റി ബിറ്റ് ഉണ്ട്, ക്യാരി ബിറ്റ് ഉണ്ട്, ഓക്സിലറി ക്യാരി ഉണ്ട്. അപ്പോൾ ഈ ക്യാരി ബിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു മെമ്മറി സ്പേസ് പോരാ അല്ലേ? കാരണം അതിൻ്റെ നെക്സ്റ്റ് പ്ലേസിലേക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒരു ക്യാരി വാല്യൂ വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ 8 ബിറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, അതായത് 9th ബിറ്റിലേക്ക് ഒരു വാല്യൂ വന്നു. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുക. ഈ FF ആൻഡ് AB ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് വാല്യൂ കിട്ടുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ വാല്യൂ FFF ആണ് പറഞ്ഞത്. FF എന്നുള്ളതിനെ നമ്മൾ BCD ഫണ്ടിനകത്തിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത് വാല്യൂ? FF എന്ന് പറഞ്ഞാൽ 1 1 1 1 1 1 1 1 അല്ലേ? ഇതിനോട് AB എന്നുള്ള വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്. AB എന്ന് പറഞ്ഞാൽ 0 1 1. ഇത് നമ്മളതൊന്ന് ആഡ് ചെയ്ത് നോക്കും. 1 + 1 എന്ന് പറഞ്ഞാൽ 0, carry 1, then 1 + 1 0, carry 1 plus 1 1, then 1 + 1 0, carry 1, 1 + 1 0, carry 1, 0 + 1 1. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാരി വരുന്നതുകൊണ്ട് എന്ത് സെറ്റ് ചെയ്തു? ഓക്സിലറി ക്യാരി സെറ്റ് ചെയ്തു. 1 + 1 എന്ന് പറയുമ്പോൾ 0 വാല്യൂ വന്നു. ദെൻ ക്യാരി 1, 1 + 1 0, carry 1 plus 1 എന്താണ്? 1 ആണ് അല്ലേ? 1 + 1 0 + 1 1. then 1 + 1 0, then carry 1 + 1 0, carry 0 + 1 1. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 9th ബിറ്റായിട്ട് എന്തുകൂടി ഉണ്ട്?
ഒരു 1 എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് ഫ്ലാഗ് സെറ്റ് ചെയ്തത്, ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്താണ്, ഇത് 1010 എന്ന് പറഞ്ഞാൽ എ ആണ്. പിന്നെ ഇവിടെയും വരുന്നത് എന്താണ് 1010. അപ്പോൾ എ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 1 എന്നുള്ള വാല്യൂ ആണ് അല്ലേ, കാരണം ഈ ഒരു പൊസിഷനിലേക്ക് 1 എന്നുള്ള വാല്യൂ വന്നിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ക്യാരി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്ക് ആ ക്യാരിയുടെ വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ കോഡിനെ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 2000 എന്നുള്ളത് മെമ്മറിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് HL പെയർ രജിസ്റ്ററിനകത്തേക്ക് മെമ്മറിയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. ദെൻ അതിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. ദെൻ മെമ്മറി അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്യുന്ന സമയത്താണ് നമ്മളിവിടെ എന്ത് നോക്കേണ്ടത്, ക്യാരി സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ജമ്പ് നോ ക്യാരി, ക്യാരി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്, ജമ്പ് ചെയ്യുക. ജമ്പ് നോ ക്യാരി എങ്ങോട്ടേക്കാണ്, ഞാനിവിടെ സ്കിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിലാണ് കൊടുക്കുന്നത്, സ്കിപ്പ് എന്ന് പറയുകയാണ്. ഓക്കെ, ജമ്പ് നോ ക്യാരി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. എവിടേക്കാണ് ഈ സ്കിപ്പ് എന്നുള്ളത്, ഇപ്പം ഇൻക്രിമെൻറ്റ് എക്സ് ഇവിടേക്കാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ കോളം കൊടുത്തു. അപ്പോൾ ജമ്പ് നോ ക്യാരി അല്ല, ക്യാരി വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്യണം, ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരി വാല്യൂ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന എന്താണ്, മൂവ് ക്യാരിയുടെ വാല്യൂ എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറയാം, ബി എന്നുള്ള രജിസ്റ്ററിലേക്ക് ക്യാരിയുടെ വാല്യൂ എന്ത് ചെയ്യാനാണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറയണം. അപ്പം മൂവ് B, C അല്ല, സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ക്യാരി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു രജിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ MPI C എന്ന് പറയുന്ന രജിസ്റ്ററിൽ 00 എന്നുള്ള വാല്യൂവിനെ മൂവ് ചെയ്യിച്ചു. അപ്പോൾ സിയിലുള്ള വാല്യൂ ഇപ്പോൾ എന്താണ്, 00 ആണ്. അപ്പോൾ ഇവിടെ ക്യാരി വാല്യൂ വന്നു കഴിഞ്ഞാൽ, ക്യാരി ഉണ്ടെങ്കിൽ, അതായത് JNC സ്കിപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, JNC അല്ല ക്യാരി വാല്യൂ ഉണ്ട് എന്ന ഇതേ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുകയാണെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. INR ഇൻക്രിമെൻറ്റ് ചെയ്യുക. 8-bit രജിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് ഉപയോഗിച്ചു, INR യൂസ് ചെയ്തു. അപ്പോൾ സിയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. ദെൻ നേരെ ഇനി എന്ത് ചെയ്യും, H എന്നുള്ള പൊസിഷനിലേക്ക് വന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മൂവ് MA, എയിലുള്ള കണ്ടൻറ്റ് എമ്മിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമുക്ക് മെമ്മറിനകത്തേക്ക് എന്ത് വാല്യൂ സ്റ്റോർ ചെയ്തു, A എന്നുള്ള വാല്യൂ മെമ്മറി 2002-നകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാരി വാല്യൂ കൂടി അടുത്ത പൊസിഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് കൊടുക്കുന്നു, INX H എന്ന് കൊടുത്തു. അപ്പോൾ Hൻ്റെ വാല്യൂ 2002ലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ എന്ത് കൊടുക്കണം, മൂവ് എന്താണ്, സിയുടെ വാല്യൂ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, ഈ ഒരു മെമ്മറി അഡ്രസ് വാല്യൂവിലേക്ക് മൂവ് ചെയ്യണം. അപ്പം മൂവ് M, C കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. ഇപ്പം നമുക്ക് ആ ഒരു കോഡ് ഞാൻ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം കോഡാണ്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ 2000 എന്നുള്ള പൊസിഷനിലുള്ളത് FF എന്നുള്ള വാല്യൂ, 2001 AB എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നു, 2002-നകത്തേക്ക് A എന്നുള്ള വാല്യൂ ആൻഡ് 2003 അല്ലേ, 200 ഇവിടെ ഉണ്ട്. ദെൻ 2003ലേക്ക് എന്ത് വാല്യൂ വന്നു, 01 എന്നുള്ള വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, നോക്കൂ. ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സിയിലേക്ക് വാല്യൂ 00 ആഡ് ചെയ്തു. ഓക്കെ, ദെൻ Hനകത്തേക്ക് 2000 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് HL പെയറിനകത്തേക്ക് മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ. ദെൻ നെക്സ്റ്റ് മൂവ് A, M എന്ന് പറയുമ്പോൾ എന്താണ് 2000 എന്ന് പറയുന്ന പൊസിഷനിലുള്ള വാല്യൂ എന്തിലേക്ക്, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. ദെൻ ഇൻക്രിമെൻറ്റ് H എന്ന് പറഞ്ഞു. ഇൻക്രിമെൻറ്റ് H എന്ന് പറയുമ്പോൾ 2000 ഉണ്ടായിരുന്നത് 2001 ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആഡ് M എന്ന് പറയുമ്പോൾ 2001-ലുള്ള വാല്യൂ AB ആണ്. അതിലുള്ള വാല്യൂ അക്യുമുലേറ്ററിലുള്ള വാല്യൂ എന്തായിരുന്നു, അക്യുമുലേറ്ററിൽ ഉണ്ടായിരുന്നത് FF എന്നുള്ള വാല്യൂ ആയിരുന്നു അല്ലേ. അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്തു, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തു.
ദെൻ ജമ്പ് JNC ലൂപ്പ് എന്നാണ്. ജമ്പ് നോ ക്യാരി ആണെങ്കിൽ ജമ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്? ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ജമ്പ് ചെയ്യാം. നമുക്ക് ജമ്പ് ചെയ്തില്ല, എന്താണ്? ക്യാരി ഉണ്ട്. അതുകൊണ്ട് ഇൻക്രിമെൻറ്റ് സിയിലുള്ള വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ PC അല്ലേ, സിയുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും എന്താണ് ഇൻക്രിമെൻറ്റ് Hൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇൻക്രിമെൻറ്റ് H എന്ന് പറയുമ്പോൾ 2002 എന്ന് പറയുന്ന ഈ ലൊക്കേഷനാണ്. അവിടേക്ക് എന്ത് വാല്യൂ സ്റ്റോർ ചെയ്തു? എയിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, വാല്യൂ അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ എന്ത് ചെയ്തു? ലോഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇൻക്രിമെൻറ്റ് H എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായി? 2003 ആയി. അവിടേക്ക് എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞത്? എന്തിനകത്തുള്ള C എന്ന് പറഞ്ഞ രജിസ്റ്ററിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 01 എന്നുള്ള വാല്യൂ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യുന്ന മനസ്സിലായില്ലേ?